ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിമൈൻഡറാണ്. ഇന്നലെ വന്നതാണ്. കീമിൽ മാർക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡാറ്റാ സ്കോറും +1 +2 ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികളുടെ ചില സർട്ടിഫിക്കറ്റുകളിലൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ മെമ്മോസ് പോലെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾ അത് കറക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മുടെ മാർക്കിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കറക്റ്റ് മാർക്ക് എൻ്റർ ചെയ്യുന്നത് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ റാങ്ക് വൺസ് പബ്ലിഷ് ചെയ്യുന്നത്. വൺസ് റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടോട്ടൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താവാനുള്ള സാധ്യതയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഹൗ ടു വെരിഫൈ യുവർ മാർക്ക് പറയുന്നത്, നിങ്ങൾ കീം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ മാർക്സും കംപ്ലീറ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ മാർക്സ് കറക്ഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി 11 മണി വരെയാണ് സമയമുള്ളത്. അപ്പോൾ അത് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1 or 2 ഡേയ്സിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാങ്ക് വരുന്നതോടുകൂടിയാണ് നമുക്ക് കോളേജസിൽ കിട്ടാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുമോ റിപ്പീറ്റ് ചെയ്യണോ, അത്തരം ഫൈനൽ ഡിസിഷൻസൊക്കെ പല കുട്ടികളും എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഫോർ റാങ്ക് പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ, മൊബൈൽ നമ്പർ, ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. താങ്ക് യു.